നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ മലയാളമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ശൈലികൾ, പഴഞ്ചൊല്ലുകൾ. ഓക്കെ, നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളതാണ് ശൈലികൾ, പഴഞ്ചൊല്ലുകൾ. അപ്പോൾ അതിൽ ശൈലികളാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഞാൻ പറയുന്ന ശൈലികൾ PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതും വളരെയധികം പ്രധാനപ്പെട്ട ശൈലികൾ മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് ശൈലികളുണ്ട്, അതെല്ലാം കൂടെ പഠിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയവും ഇല്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ തരുന്ന ശൈലികൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ശൈലികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ വാമൊഴിയായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ശൈലികൾ. ഇപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ദീപാവളി കുളിക്കുക. എന്താണ് ദീപാവളി കുളിക്കുക? ധൂർത്തടിച്ച് നശിക്കുക. ധൂർത്തടിച്ച് നശിക്കുക എന്നതാണ് ദീപാവളി കുളിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൈമീ കാമുകന്മാർ സ്ഥാനമോഹികൾ. സ്ഥാനം ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് ഭൈമീ കാമുകന്മാർ അഥവാ സ്ഥാനമോഹികൾ എന്ന് പറയുന്നത്. അജഗജാന്തരം, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം. അജഗജാന്തര വ്യത്യാസം എന്ന് പറയാറില്ല, അജഗജാന്തരം എന്ന് പറയുമ്പോൾ തന്നെ വലിയ വ്യത്യാസം അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ ഒരു അജഗജാന്തര വ്യത്യാസം, ആ ഒരു വ്യത്യാസത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അജഗജാന്തരം വലിയ വ്യത്യാസം എന്നാണ് അതിൻ്റെ അർത്ഥം. ആട്ടിൻകുട്ടി ചമയുക എന്ന് വെച്ചാൽ എന്താ? നിഷ്കളങ്കത ഭാവിക്കുക. ആട്ടിൻകുട്ടി ചമയുക, നിഷ്കളങ്കത ഭാവിക്കുക. ഊറ്റം പറയുക, ആത്മപ്രശംസ. ഊറ്റം പറയുക, സ്വന്തമായിട്ട് പ്രശംസിച്ചുകൊണ്ടിരിക്കുക, ആത്മപ്രശംസയാണ് ഊറ്റം പറയുക. കഞ്ഞിയിൽ പാറ്റ വീഴുക, എന്താണ്? ഉപജീവന മാർഗം മുടങ്ങുക. ഉപജീവന മാർഗം മുട്ടുക എന്നുള്ളതാണ് കഞ്ഞിയിൽ. എൻ്റെ കഞ്ഞിയിൽ പാറ്റ വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവന മാർഗം മുട്ടി എന്നാണ് എൻ്റെ അർത്ഥം. ഭഗീരഥ പ്രയത്നം. ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ കഠിന പരിശ്രമം. അപ്പോൾ ഹാർഡ് വർക്ക്, കഠിന പരിശ്രമത്തെയാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. 12-ാം മണിക്കൂർ. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 12-ാം മണിക്കൂർ എന്ന് പറയുമ്പോൾ ദ ലാസ്റ്റ് അവർ, അവസാന നിമിഷം. അപ്പൊ 12-ാം മണിക്കൂർ എന്താണ്? അവസാന നിമിഷം. ഗണപതിക്ക് കുറിക്കുക. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഗണപതിക്ക് വെക്കുന്നത്? ആരംഭിക്കുമ്പോൾ, ഒരു കർമ്മം ആരംഭിക്കുമ്പോഴാണ് ഗണപതിക്ക് പടുക്കയൊക്കെ വെക്കുന്നത്. അപ്പൊ ഗണപതിക്ക് കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരംഭിക്കുക, ബിഗിനിങ്, ടു ബിഗിൻ. കേളി കൊട്ടുക, പരസ്യപ്പെടുത്തുക. പണ്ടൊക്കെ കേളി കൊട്ടിയാണ് ഓരോന്നൊക്കെ വിളംബരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കേളി കൊട്ടുക എന്ന് വെച്ചാൽ എന്താണ്? പരസ്യപ്പെടുത്തുക. ധനാശി പാടുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന് വെച്ചാൽ എന്താണ്? അവസാനിപ്പിക്കുക. ഏട്ടിലെ പശു പ്രയോജനശൂന്യം. ഏട്ടിലെ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗശൂന്യം, പ്രയോജനശൂന്യം. ഗുളികകാലം, അശുഭകാലം അല്ലെങ്കിൽ കഷ്ടകാലത്തെയാണ് ഗുളികകാലം എന്ന് പറയുന്നത്. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ അവസരം നോക്കി പ്രവർത്തിക്കുക. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാം വരുവാണ്, അപ്പോൾ എക്സാം വരുന്നത് നോക്കി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. അപ്പം കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ അവസരം നോക്കി പ്രവർത്തിക്കുക. ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുക അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്? ഇലയിട്ട് ചവിട്ടുക. അപ്പോൾ ഈ പറഞ്ഞ 15 എണ്ണം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുക്കാം. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റ് ഓഫ് ശൈലികൾ നോക്കാം. ഇരട്ടത്താപ്പ്. ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷപാതം. അതായത് എന്താണ്? ഒരാളുടെ പാർഷ്യാലിറ്റി കാണിക്കുക, പക്ഷപാതം. അതാണ് ഇരട്ടത്താപ്പ്. നളപാകം എന്ന് പറഞ്ഞാൽ നല്ല പാചകം. നളപാകം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പാചകം എന്നാണ് അർത്ഥം. ആനവായിൽ അമ്പഴങ്ങ, ചെറിയ നേട്ടം. ആനവായിൽ അമ്പഴങ്ങ, ആനയുടെ വായിൽ അമ്പഴങ്ങ എന്ന് പറയുമ്പം ചെറിയൊരു കാര്യമല്ലേ. അപ്പം ചെറിയ നേട്ടമാണ് ആനവായിൽ അമ്പഴങ്ങ. ആലത്തൂർ കാക്ക എന്ന് പറയുന്നത് ആശിച്ച് കാലം കഴിക്കുന്നയാൾ. ആശിച്ച് കാലം കഴിക്കുന്നയാളിനെയാണ് ആലത്തൂർ കാക്ക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകിട 12, നന്മ വരുക. പകിട 12 എന്ന് വെച്ചാൽ എന്താണ്? നന്മ വരുക. ഉറിയിൽ കയറ്റുക, അബദ്ധത്തിൽ ചാടിക്കുക. ഉറിയിൽ കയറ്റുക എന്ന് വെച്ചാൽ എന്താണ്? അബദ്ധത്തിൽ ചാടിക്കുക. അമ്പലം വിഴുങ്ങുക, കൊള്ളയടിക്കുക. അമ്പലം വിഴുങ്ങുക എന്താണ്? കൊള്ളയടിക്കുക. കോവിൽ കാള, തിന്നുമുടിച്ച് നടക്കുന്നവൻ. കോവിൽ കാള എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? തിന്നുമുടിച്ച് നടക്കുന്നവൻ എന്നാണ് അർത്ഥം. കാക്കപ്പൊന്ന്, വിലയില്ലാത്ത വസ്തു. അപ്പോൾ കാക്കപ്പൊന്ന് എന്ന് വെച്ചാൽ എന്താണ്? വിലയില്ലാത്ത വസ്തു. ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കാം. അഴകിയ രാവണൻ.
അഴകിയ രാവണൻ എന്ന ശൈലിയുടെ അർത്ഥം പൊങ്ങച്ചക്കാരൻ, പൊങ്ങച്ചക്കാരൻ. കോടാലിയാവുക, അത് കോടാലിയായി, അയാൾ എനിക്കൊരു കോടാലിയായി എന്ന് വെച്ചാൽ എന്താണ്? ഉപദ്രവമാകുക, ഉപദ്രവമാകുക. അഷ്ടമത്തിലെ ശനി വലിയ കഷ്ടകാലം, അഷ്ടമത്തിലെ ശനി വലിയ കഷ്ടകാലം. അടിക്കല്ല് മാന്തുക, ഉന്മൂല നാശം വരുത്തുക. അപ്പൊ അടിക്കല്ല് മാന്തുക എന്ന് വെച്ചാൽ അടപടലം നാശം വരുത്തുക, അല്ലെങ്കിൽ ഉന്മൂല നാശം വരുത്തുക. അമരക്കാരൻ, മാർഗദർശകൻ. അമരക്കാരൻ, അപ്പൊ ഒരു വള്ളത്തിന്റെ അമരക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്കും മാർഗദർശകനാണ്. കടന്ന കൈ, അതിരുവിട്ട പ്രവൃത്തി. അതൊക്കെ നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യാറുള്ളതാണ്. കടന്ന കൈ, അതിരുവിട്ട പ്രവൃത്തി. ചക്രം ചവിട്ടുക, കഷ്ടപ്പെടുക. ചക്രം ചവിട്ടുക എന്താണ്? കഷ്ടപ്പെടുക. ഇല്ലത്തെ പൂച്ച, എവിടെയും പ്രവേശനമുള്ളവൻ, എവിടെയും കടന്നു ചെല്ലാവുന്നവനെയാണ് ഇല്ലത്തെ പൂച്ച എന്ന് പറയുന്നത്. മുതലക്കണ്ണീർ എന്താ? മുതലക്കണ്ണീർ കാണിക്കുക, ദുഃഖം അഭിനയിക്കുക, ദുഃഖം അഭിനയിക്കുകയാണ് മുതല കണ്ണീർ. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റാണ് കുടത്തിലെ വിളക്ക്. കുടത്തിലെ വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തറിയാത്ത യോഗ്യത, പുറത്തറിയാത്ത യോഗ്യതയാണ് കുടത്തിലെ വിളക്ക്. ഉപ്പുകൂട്ടി തിന്നുക, നന്ദി കാണിക്കുക. ഉപ്പുകൂട്ടി തിന്നുക, നന്ദി കാണിക്കുക. വെളിച്ചപ്പാട് തുള്ളുക, വിരളി പിടിക്കുക. വെളിച്ചപ്പാട് തുള്ളുക, വിരളി പിടിക്കുക. അസുരവിത്ത്, ദുഷ്ടസന്തതി. അസുരവിത്ത്, ദുഷ്ടസന്തതി. ഓണം കേറാ മൂല, അപരിഷ്കൃത മേഖല. ഓണം കേറാ മൂല എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഷ്കാരം ഒട്ടും എത്താത്ത മേഖല, അപരിഷ്കൃത മേഖല. ധൂമകേതു, നാശകാരി. ധൂമകേതു, നാശകാരി. നെല്ലിപ്പടി കാണുക, അടിസ്ഥാനം വരെ ചെല്ലുക. നെല്ലിപ്പടി, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് പറഞ്ഞ, നെല്ലിപ്പടി കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനം വരെ, അങ്ങ് അറ്റം വരെ കണ്ടു എന്നാണ് അർത്ഥം. വ്യാഴദശ ഇമ്പോർട്ടൻ്റ് ആണ്, ഭാഗ്യകാലമാണ് വ്യാഴദശ. ഭരതവാക്യം ഇമ്പോർട്ടൻ്റ് ആണ്, അവസാന വാക്ക്. ഭരതവാക്യം അവസാനം അഥവാ അവസാന വാക്ക്. ഭീഷ്മ പ്രതിജ്ഞ, കഠിന ശബ്ദം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഭീഷ്മ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിന ശബ്ദം. മുയൽക്കൊമ്പ്, ഇല്ലാത്ത വസ്തു. മുയലിന് കൊമ്പില്ല, അതുകൊണ്ട് ഇല്ലാത്ത വസ്തുവാണ് മുയൽക്കൊമ്പ്. ചിറ്റമ്മ നയം, പക്ഷപാതം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇരട്ടത്താപ്പ്, അതും പക്ഷപാതമാണ്. ചിറ്റമ്മ നയവും പക്ഷപാതവുമാണ്. ദന്തഗോപുരം, സാങ്കല്പിക സ്വർഗം. അപ്പോൾ ദന്തഗോപുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐവറി ടവർ, സാങ്കല്പിക സ്വർഗം. കൂപമണ്ഡൂകം, അല്പജ്ഞൻ. കൂപമണ്ഡൂകം, അല്പജ്ഞൻ എന്നാണ് അർത്ഥം. കരതലാമലകം, വളരെ വ്യക്തമായത്. കരതലാമലകം, വളരെ വ്യക്തമായത്. ധൃതരാഷ്ട്രാലിംഗനം, ഉള്ളിൽ പകവെച്ച സ്നേഹപ്രകടനം. ഉള്ളിൽ പകവെച്ച സ്നേഹപ്രകടനമാണ് ധൃതരാഷ്ട്രാലിംഗനം. സുഗ്രീവാജ്ഞ, നീക്കുപോക്കില്ലാത്തത്. സുഗ്രീവാജ്ഞ, നീക്കുപോക്ക് ഇല്ലാത്തത്. ശ്ലോകത്തിൽ കഴിക്കുക, സംഗ്രഹിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക, സംഗ്രഹിക്കുക. കുളിക്കാതെ ഈറനൊടുക്കുക, കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. കുളിക്കാതെ ഈറനൊടുക്കുക എന്താണ്? കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ശൈലികളും കൂടെ നോക്കാനുണ്ട്, അത് നോക്കാം. അടുത്ത സെറ്റാണ് പറയുന്നത് മർക്കടമുഷ്ടി, ശാഠ്യം. ശാഠ്യം പിടിക്കുന്നതിനെയാണ് മർക്കടമുഷ്ടി എന്ന് പറയുന്നത്. ചക്രം ചവിട്ടുക, കഷ്ടപ്പെടുക. ചക്രം ചവിട്ടുക എന്താണ്? കഷ്ടപ്പെടുക. ആകാശക്കോട്ട, ആകാശക്കോട്ട കിട്ടുക, മനോരാജ്യം. മനോരാജ്യം. കുംഭകോണം, അഴിമതി. നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട് കുംഭകോണം, അഴിമതിയാണ്. അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട്. ഒരിടത്ത് രഹസ്യം, മറ്റൊരിടത്ത് പരസ്യം. അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് രഹസ്യം, മറ്റൊരിടത്ത് പരസ്യം. തലയണ മന്ത്രം, രഹസ്യ ഉപദേശം. തലയണ മന്ത്രം എന്താണ്? അതിൻ്റെ അർത്ഥം രഹസ്യ ഉപദേശം എന്നതാണ്. ഗോപി തൊടുക, ലക്ഷ്യം പിഴയ്ക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി നിഷ്ഫലമാകുക. അതിനെയാണ് ഗോപി തൊടുക എന്ന് പറയുന്നത്, ലക്ഷ്യം പിഴയ്ക്കുക. ശതകം ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക എന്താണ്? വിഷമിപ്പിക്കുകയാണ്. കാർക്കോടക നയം, രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയം. അപ്പൊ രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയമാണ് കാർക്കോടക നയം. കായംകുളം വാൾ എന്താണ്? ഇരുപക്ഷത്തും ചേരുന്നവനെയാണ് കായംകുളം വാൾ എന്ന് പറയുന്നത്. ഇരുപക്ഷത്തും ചേരുന്നവൻ. ഉർവശി ശാപം, ഉപകാരം. ദോഷം ഗുണമായിട്ട് ഭവിക്കുക. അപ്പൊ ദോഷം ഗുണമായി ഭവിക്കുക, അതാണ് ഉർവശി ശാപം, ഉപകാരം. നാരദൻ, ഏഷണിക്കാരൻ. ഏഷണിക്കാരനെയാണ് നാരദൻ എന്ന് പറയുന്നത്. ചിത്രവധം, ക്രൂരശിക്ഷ. കുതിരക്കച്ചവടം, ലാഭേച്ഛ. കുതിരക്കച്ചവടം, ലാഭേച്ഛ. അപ്പോൾ നമ്മൾ 66 ശൈലികൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട 66 ശൈലികളാണ്. ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ ചോദിക്കാൻ
ഒരു 99% ചാൻസ് ഉള്ളൂ. ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു 66 എണ്ണം പഠിച്ചു വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അൺഅക്കാഡമിയിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും മറ്റു നോട്ട്സും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ. കൂടാതെ അൺഅക്കാഡമിയിലെ പെയ്ഡ് ക്ലാസ്സസ് ഇനി തുടങ്ങാൻ പോകുന്ന ബാച്ച് കോഴ്സസ് 12th ആൻഡ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയാം. ദൗത്യം ബാച്ച് 3 ഇത് 60 ദിവസത്തെ ഡിഗ്രി ലെവൽ കോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. 15th മാർച്ചിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി കാപ്പുങ്കൽ സാർ ഈ കോഴ്സിൽ ഹിസ്റ്ററി വിഭാഗം ക്ലാസ് എടുക്കുന്നുണ്ട്. മറ്റ് മുൻനിര എഡ്യൂക്കേറ്റേഴ്സും ഈ കോഴ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. കൂടാതെ ഒരു തവണ നിങ്ങളിപ്പം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ടൈമിലുള്ള എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദൗത്യം മാത്രമല്ല അപ്പോൾ തുടങ്ങുന്ന ബാക്കി എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോഴ്സ് എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ 12th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഒരു 25 ഡേ ദിശ ബാച്ച് 7 എന്ന പേരിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാർച്ച് 17-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുക. അൺഅക്കാഡമിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് സീരീസിനെ പറ്റി പറയാം. ഇനി വരുന്ന 13, 27 മാർച്ച് 13-നും 27-നും അൺഅക്കാഡമി ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുകയാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട്. ഇതിൽ ആദ്യം 3 റാങ്കിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 3 മാസത്തെ സബ്സ്ക്രിപ്ഷനും 4 മുതൽ 13 വരെയുള്ള റാങ്കുകളിൽ വരുന്നവർക്ക് 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ സ്കോളർഷിപ്പും 14 മുതൽ 20 വരെ റാങ്ക് ഉള്ളവർക്ക് 50% സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ്. അപ്പോൾ അൺഅക്കാഡമി ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ്സ് അൺലോക്ക് ചെയ്തു.